നെമ്മാറ പോത്തുണ്ടി സജിത വധക്കേസിൽ ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം. പാലക്കാട് ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2 വകുപ്പുകളിലായാണ് 2 ജീവപര്യന്തം. ഇതിനു പുറമെ തെളിവ് നശിപ്പിച്ച കേസിൽ 5 വർഷം കൂടി തടവ് അനുഭവിക്കണം. 3-ലുമായി മൊത്തം 3.25 ലക്ഷം രൂപ പിഴയും വിധിച്ചു. ശിക്ഷാവിധിയാണ് 2019 ഓഗസ്റ്റ് 31 സജിതയെ ചെന്താമര അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. കോടതിയിൽ ഒട്ടും കൂസലില്ലാതെയാണ് ചെന്താമര പെരുമാറിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. തുടർന്ന് വ്യാഴാഴ്ച വീണ്ടും വാദം കേട്ട ശേഷമായിരുന്നു വിധി പ്രസ്താവം. പ്രതിയുടെ മാനസിക നില ഭദ്രമെന്ന് കോടതി വ്യക്തമാക്കി. സ്വഭാവം മാറുമെന്നോ നല്ലവനാകുമെന്നോ പ്രതീക്ഷയില്ല. പരോൾ കൊടുക്കേണ്ട സാഹചര്യം വന്നാൽ സാക്ഷികളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. സജിതയുടെ മക്കൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. തന്റെ ഭാര്യ വിലാസിനി തന്നിൽ നിന്ന് അകന്നുപോകാൻ കാരണം അയൽവാസിയായ സ്ത്രീയാണെന്ന ജോൽസിന്റെ അഭിപ്രായപ്രകാരമായിരുന്നു കൊലപാതകം. സംഭവ ദിവസം വീട്ടിൽ ആരുമില്ലാതിരുന്ന നേരത്ത് വീട്ടിലെത്തി ക്രൂരമായി വെട്ടിക്കൊല്ലുകയായിരുന്നു. പിന്നീട് 6 വർഷത്തിനു ശേഷം ജാമ്യത്തിലിറങ്ങി പ്രതി ഇരട്ടക്കൊലപാതകവും നടത്തി. സജിതയുടെ ഭർത്താവ് സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെയാണ് കൊലപ്പെടുത്തിയത്. പഞ്ചായത്തിലേക്ക് കടക്കരുത് എന്ന നിബന്ധന ലംഘിച്ചായിരുന്നു ഇരട്ടക്കൊലപാതകം. വിധിയിൽ ഒട്ടും ഭയക്കാതെയാണ് ചെന്താമര പെരുമാറിയത്. തനിക്ക് 100 കൊല്ലത്തെ ശിക്ഷ തന്നാലും കുഴപ്പമില്ലെന്നായിരുന്നു ചെന്താമരയുടെ പ്രതികരണം. കൊലപാതകം 302 വകുപ്പിലാണ് ജീവപര്യന്തം ശിക്ഷയും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് 449 വകുപ്പ് പ്രകാരമാണ് 2ാമത്തെ ജീവപര്യന്തം. ഇതിൽ 1 ലക്ഷം രൂപയാണ് പിഴ. തെളിവ് നശിപ്പിച്ച 201 വകുപ്പനുസരിച്ചാണ് 5 വർഷം തടവ്. ഇതിൽ 1.25 ലക്ഷം രൂപ പിഴയുമടക്കണം. ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി. കടുത്ത അന്ധവിശ്വാസിയാണ് ചെന്താമര. ഇതാണ് 3 കൊലപാതകങ്ങളിലേക്കും നയിച്ചത്. കൊലപാതകങ്ങൾക്ക് ശേഷവും പ്രതിക്ക് മാനസാന്തരമുണ്ടായില്ലെന്ന് കോടതി പരിഗണിച്ചു. മാനസിക പ്രശ്നങ്ങളില്ലെന്നും കോടതി തിരിച്ചറിഞ്ഞു. തെളിവുകളില്ലാത്ത കേസെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. പ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും പ്രതിഭാഗം വാദിച്ചെങ്കിലും കോടതി അവയൊന്നും പരിഗണിച്ചില്ല. ശക്തമായ അന്വേഷണവും തെളിവ് ശേഖരിച്ചതുമാണ് പ്രതിക്ക് ഇത്രയും ശിക്ഷ കിട്ടാൻ കാരണമായതെന്ന് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ പറഞ്ഞു. ഇതിൽ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ശിക്ഷ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഒരു സയൻറ്റിഫിക് എവിഡൻസ് കറക്റ്റ് പ്രൊസീജിയർ ഫോളോ അപ്പ് ചെയ്തിട്ട് പോലീസ്ക്ക് ചെയ്യാൻ സാധിച്ചു. അതൊരു ഏറ്റവും നിർണായകം കാര്യമാണ് ഈ കേസിൻ്റെ കൺവിക്ഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ നമ്മുടെ IPS HO ദീപ് കുമാറാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ടീം നമുക്ക് രൂപീകരിച്ചിട്ട് ആ സമയത്ത് എല്ലാം എവിഡൻസ് കളക്ട് ചെയ്തിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രധാനപ്പെട്ട സാക്ഷികളുടെ 161 സ്റ്റേറ്റ്മെൻറ്റ്, 164 സ്റ്റേറ്റ്മെൻറ്റ് അടക്കം കംപ്ലീറ്റ് ശേഖരിച്ചിരുന്നു. ഈ കേസിൻ്റെ ചെറിയ ഈ മൈന്യൂട്ട് എവിഡൻസ് കൂടി ഞങ്ങൾ ഒരു സയൻറ്റിഫിക് എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തിട്ട് അത് നമുക്ക് കോടതിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു. FSLലേക്ക് എത്തിച്ചു. അതിൻ്റെ സയൻറ്റിഫിക് എക്സാമിനേഷൻ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ഓരോരോ കാര്യം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ വാർത്തയിൽ ഞാൻ കണ്ട പ്രകാരം ഫുട് പ്രിൻറ്റ്സ്, പിന്നെ പോക്കറ്റിന് ഒരു പീസ് ഓഫ് ക്ലോത്ത്, ദറ്റ് ഓൾ എവറിത്തിങ് അത് നമുക്ക് മാച്ച് ചെയ്യാൻ സാധിച്ചു. കറക്റ്റ് പ്രതിയിലേക്ക് പ്രതിയായിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചു. നമ്മുടെ ഭാഗത്ത് തന്നെ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി നമുക്ക് ഒരു കേസ് കൂടിയാണ് ഉള്ളത്. ഇരട്ട കൊലപാതകത്തിൻ്റെ ഒരു കേസ് കൂടിയാണ്. അതിൽ നമുക്ക് ഫർദർ വളരെ എഫക്റ്റീവായിട്ട് ആ കേസ് കൂടി എടുക്കാൻ പോകുന്നത്. ഈ കേസ് പ്രസന്റ് സജിത മർഡർ കേസിൻ്റെ ഭാഗമായിട്ട് ഒരു ഏറ്റവും പ്രധാന കാര്യം കൂടിയായിരുന്നു. 2ാമത്തെ കൊലപാതകം നടന്ന ശേഷം പോലീസ് വളരെ എഫക്റ്റീവായിട്ട് സീനിയർ ഓഫീസേഴ്സ്, DIG തൃശ്ശൂർ റേഞ്ച് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രസന്റ് കേസിൻ്റെ ഫയൽ മുഴുവൻ റിവ്യൂ ചെയ്തിട്ട് നോക്കി. അതിൽ എന്തെങ്കിലും ഷോർട്ട് ഫാൾ ഉണ്ടോ അത് നിങ്ങൾ മുഴുവൻ പരിശോധിച്ചിട്ട് കണ്ടുപിടിച്ചു. അത് ചെയ്തിട്ട് FSLൻ്റെ റിപ്പോർട്ട്സ് ഞങ്ങൾ കുറച്ച് എക്സ്പെഡൈറ്റ് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ കേസ് നമുക്ക് അത്ര പെട്ടെന്ന് ട്രയലിലേക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. UTV ന്യൂസ്, പാലക്കാട്.